റഷ്യയിലേക്ക് 10,000 നോർത്ത് കൊറിയൻ പട്ടാളക്കാർ വന്നു യുക്രൈനുമായി യുദ്ധം ചെയ്യാൻ. പക്ഷെ ഇപ്പോൾ അവർ യുക്രൈനുമായി ചേർന്ന് റഷ്യയിലുള്ള ആളുകളെ കൊല്ലുന്നു. എന്താണ് സംഭവം? ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് റഷ്യയ്ക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ 10,000-ഓളം ഈ നോർത്ത് കൊറിയനിലെ സോൾജേഴ്സിനെ അയച്ചത്. നമുക്കറിയാമല്ലോ, അവിടുത്തെ ഏകാധിപതി അല്ലേ, കിങ് ജോങ് ഉൻ. അപ്പോൾ അദ്ദേഹം ഈ 10,000-ഓളം സോൾജേഴ്സിനെ അയക്കുന്നത് എന്താ വെച്ചാൽ റഷ്യ ഇവർക്ക് ഈ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ള ചില ആധുനിക യുദ്ധോപകരണങ്ങൾ നൽകുകയും ടെക്നോളജി കൈമാറുകയൊക്കെ ചെയ്തു. പ്രത്യുപകാരം എന്ന നിലയിലാണ് ഈ സോൾജേഴ്സിനെയും കുറച്ച് ആയുധങ്ങളെയൊക്കെ തന്നെ റഷ്യയിലേക്ക് അയച്ചത്. എന്നിട്ട് അന്ന് പറഞ്ഞത് ഈ ആയുധങ്ങൾ റഷ്യൻ സൈനികർക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് അതൊന്ന് പരിശീലിപ്പിക്കാൻ വേണ്ടി കുറച്ച് സോൾജേഴ്സിനെ അയച്ചു. ഇതാണ് പറയുന്നത്. ശരിയാണ്, ആദ്യം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമുഖത്തൊന്നും ഇവരെ നമ്മൾ കണ്ടില്ല. പക്ഷേ പിന്നെ കാണുന്നത് കുർസ്ക് മേഖലയിലാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ഉക്രൈൻ സൈനികർ നുഴഞ്ഞു കയറുന്നത്, റഷ്യയുടെ ഭാഗങ്ങളൊക്കെ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു ശ്രമം നടത്തുമ്പം എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലേക്ക് കൂടുതൽ സോൾജേഴ്സ് നിലയുറപ്പിക്കുന്നു. അങ്ങനെ നിലയുറപ്പിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ വരുമ്പോൾ ഈ റഷ്യൻ സോൾജേഴ്സും അതുപോലെ തന്നെ നോർത്ത് കൊറിയൻ സോൾജേഴ്സും തമ്മിൽ ഫ്രണ്ട്ലി ഷൂട്ടിംഗ് ഒക്കെ നടത്തിയിരുന്നു. അന്ന് 9 റഷ്യൻ പട്ടാളക്കാർ മരിച്ചുപോയി. അപ്പോൾ അന്ന് ഇതെന്താണ് സംഭവം എന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് 30ഓളം റഷ്യൻ സോൾജേഴ്സിനെ ഈ നോർത്ത് കൊറിയക്കാർ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ഈ വിവരം പുടിൻ അറിഞ്ഞതോടുകൂടി ഇതൊരു വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി നേരെ കിങ് ജോങ് ഉന്നിനെ വിളിച്ച് പറയുന്നു, നിങ്ങളുടെ സോൾജേഴ്സിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകണം, ഇവരുടെ സേവനം ഇവിടെ ആവശ്യമില്ല. അപ്പം നമുക്ക് സംശയം, എന്തിനാണ് ഈ നോർത്ത് കൊറിയൻ സോൾജേഴ്സ് റഷ്യക്കാരെ ആക്രമിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ നോർത്ത് കൊറിയ എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ രാജ്യമാണല്ലോ. സോൾജേഴ്സിന് കൃത്യമായി ശമ്പളം കൊടുക്കില്ല, കൃത്യമായിട്ട് റേഷൻ കൊടുക്കില്ല, അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അങ്ങനെയുള്ള ഈ സോൾജേഴ്സിന് ഇനി തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് പോകണ്ട, അവർക്ക് ഇവിടെ നിന്നാൽ മതി എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ പുടിൻ മനസ്സിലാക്കി ഇത് പ്രശ്നമാണ്, ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമുക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല. മാത്രവുമല്ല ഈ കുർസ്ക് മേഖലയിൽ ഞാൻ നേരത്തെ 30ഓളം പട്ടാളക്കാരെ വെടിവെച്ച് വന്നു. ഇത് ചോദിക്കാനായിട്ടൊരു 3 ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥർ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ ചെല്ലുന്ന കുർസ്ക് മേഖലയിലേക്കാണ്. അവിടെ വെച്ച് ഈ 3 സോൾജേഴ്സിൻ്റെ, അതായത് അവരുടെ നേതൃത്വത്തിലുള്ള 3 പേരെ വെടിവെച്ച് കൊല്ലുന്നു. പിന്നീട് ഇതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവരുടെ നയതന്ത്ര പ്രതിനിധി സംഘം ചെല്ലുന്നു. അവരെ പിടിച്ച് ബന്ദികളാക്കി വെക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ പറയുന്ന നോർത്ത് കൊറിയൻ സേന റഷ്യയ്ക്ക് വലിയ ഉപദ്രവമായി മാറുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിന്നീട് ഈ റഷ്യൻ സേന ഇവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും പുലർത്തുന്നില്ല. മാത്രമല്ല ഭാഷാപരമായ പ്രശ്നമുണ്ട്, രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന ഭാഷകൾ ക്ലിയർ ആകുന്നില്ല. ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ ഉക്രൈൻ സൈന്യത്തോടു കൂടി ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. നിലവിൽ ഉക്രൈൻ സേനയിലെ അംഗങ്ങളായവർ കുറേ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സെലൻസ്കി പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. അങ്ങനെ പുതുതായി റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് യുവാക്കൾ മാത്രമാണ് നിലവിൽ അവിടെ ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഇനി ഞങ്ങൾ സേവനം അനുഷ്ഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ മേഖലയിലേക്ക് ഈ നോർത്ത് കൊറിയൻ സൈന്യം കൂടെ ചേർന്നാൽ ഉക്രൈൻ അതൊരു വലിയ ശക്തിയായി മാറും. മാത്രമല്ല അടുത്ത ഗ്യാങ്ങിനെ, അതായത് നോർത്ത് കൊറിയയിലെ അടുത്ത പട്ടാളത്തിൻ്റെ ഒരു ഗ്രൂപ്പിനെ ഇങ്ങോട്ടേക്ക് വിടാൻ ഒരുക്കുകയാണ്. അവരും കൂടി വന്നാൽ അവരും ഉക്രൈൻ്റെ കൂടെ ചേരാം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉക്രൈൻ വന്നിട്ട് അല്ല, ഇതിപ്പോൾ അടുത്ത പിന്നെ സോൾജേഴ്സിനെ കൂടെ വിടാൻ റഷ്യ ചോദിച്ചിട്ടാണോ നോർത്ത് കൊറിയ വിടുന്നത്? അല്ല, നോർത്ത് കൊറിയ ഒരു സഹായം എന്ന നിലയിൽ ചെയ്യുകയാണ്. ആ സഹായം വേണ്ടാന്ന് റഷ്യക്ക് അങ്ങ് പറഞ്ഞാൽ പറഞ്ഞാൽ മതി. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഉക്രൈൻ പറയുന്നു, ഞങ്ങൾ ഈ നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെ കൊല്ലുന്നുണ്ട്, 4,000-ഓളം സോൾജേഴ്സിനെ ഞങ്ങൾ കൊന്നു, അതുപോലെ നിരവധി പേരെ ഞങ്ങൾ ജീവനോടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതേക്കുറിച്ച് നോർത്ത് കൊറിയ അന്വേഷിച്ചപ്പം ശരിയാണ്, അവരുടെ കുറേ പേര് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 300 ആണ്. 300 പട്ടാളക്കാർ കൊല്ലപ്പെടുകയും 2,700-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് ഇവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ 2 പേരെ നോർത്ത് കൊറിയക്കാർ ആയ സോൾജേഴ്സിനെ ഇപ്പോൾ ഉക്രൈൻ സേന ജീവനോടെ പിടികൂടി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവരെ വിട്ടുതരുന്നതിന് പകരമായിട്ട് ഞങ്ങളുടെ ഉക്രൈൻ സോൾജേഴ്സിനെ പിടിച്ചിട്ടുണ്ടല്ലോ അവരെ തിരിച്ച് റഷ്യ വിട്ടുതരണമെന്ന് പറയുന്നു. അപ്പോൾ ഇതേക്കുറിച്ച് ഔദ്യോഗികമായിട്ട് റഷ്യ പ്രതികരിക്കണമായിരുന്നു. പക്ഷേ റഷ്യ ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് പ്രതികരിക്കുന്നില്ല. മാത്രമല്ല ക്രെംലിനാണ് പ്രതികരിക്കുന്നത്, അവർ പ്രതികരിക്കുന്നില്ല. പക്ഷേ റഷ്യയുടെ വക്താവുണ്ട് ദിമിത്രി പെസ്കോവ്, അദ്ദേഹം പറയുന്നു, ഞങ്ങൾ റഷ്യൻ സോൾജേഴ്സിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് കാര്യവും ചെയ്യാമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉക്രൈനിലേക്ക് ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഈ നോർത്ത് കൊറിയൻ സേനയായിട്ട് ഒന്നിച്ച് ഇന്ന് മുന്നേറുകയാണല്ലോ. അപ്പോൾ ഇവരെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ ഇവർ തിരിച്ചു പോകാനൊന്നും തയ്യാറാകുന്നില്ല. അങ്ങനെ തിരിച്ചു പോകാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവർ പറയുന്നത് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു രാജ്യത്ത് സേവനം അനുഷ്ഠിക്കാനായിട്ട് പോകുന്നു, അവിടെ വെച്ച് നിങ്ങളെ പിടികൂടുകയാണെങ്കിൽ നിങ്ങൾ ഗ്രനേഡ് വെച്ച് സ്വയം പൊട്ടിത്തെറിക്കണം, എന്നിട്ട് കിങ് ജോങ് ഉൻ സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം, അതെന്ന് വെച്ചാൽ ആ രാജാവിന് വേണ്ടി അല്ലെങ്കിൽ കിങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് വെച്ചിട്ട് ഇവർ പൊട്ടിത്തെറിച്ച് മരിച്ചോളും. അങ്ങനെയല്ല, ഇവരെ പിടികൂടുകയാണെങ്കിൽ ഇവരെ
രാജ്യദ്രോഹികളായിട്ടാണ് ആ രാജ്യം കണക്കാക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ആ ബന്ധുക്കൾ, അതായത് റഷ്യൻ ബന്ധുക്കളുണ്ടല്ലോ ഈ നോർത്ത് കൊറിയൻ സോൾജേഴ്സിൻ്റെ, ആ ബന്ധുക്കൾക്ക് നൽകുന്ന റേഷൻ ഉൾപ്പെടെ നിർത്തലാക്കും. ഇവരുടെ ബന്ധുക്കളെ കൊന്നുകളയും. എന്ന് പറഞ്ഞാൽ അടുത്ത 2 or 3 തലമുറയെ പോലും അവിടെ ഇല്ലാതാക്കും. അത്രയും അരാജകത്വം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോഴാണ് ഈ പറയുന്ന ഉക്രൈനോടുകൂടി ഈ നോർത്ത് കൊറിയൻ സേന ഒന്നിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇവർ ഒന്നിച്ച് നിന്നാൽ റഷ്യയുടെ മോസ്കോ എന്ന് പറയുന്ന തലസ്ഥാനം പിടിച്ചെടുക്കും. അപ്പോൾ റഷ്യയുടെ പേടി ഉക്രൈൻ കയറി ആക്രമിക്കുമെന്നല്ല, സെലൻസ്കി സഹായമായിട്ട് നോർത്ത് കൊറിയൻ സേന കൂടി ചേർന്നിട്ട് മോസ്കോ പിടിച്ചെടുക്കും. അങ്ങനെ മോസ്കോ പിടിച്ചെടുത്താൽ റഷ്യക്ക് വലിയ നഷ്ടമാണ്. അപ്പോൾ റഷ്യക്ക് ഇത് വലിയൊരു പരാജയം. ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഒരു 2 ആഴ്ച കൊണ്ട് ഉക്രൈനെ കീഴടക്കാമെന്ന് പറഞ്ഞ് യുദ്ധം ആരംഭിച്ചതാണ്. സഹായിക്കാനായിട്ട് നോർത്ത് കൊറിയൻ സേന വന്നു. അവർ മൊത്തം ഇപ്പോൾ ആർക്ക് അനുകൂലമായിട്ട് മാറുന്നു? അനുകൂലമായിട്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റ് അമേരിക്കയിൽ എത്തിക്കഴിയുമ്പോൾ ട്രംപ് പുട്ടിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. അങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കും. താൻ അധികാരം ഏറ്റെടുത്താൽ 24 മണിക്കൂർ കൊണ്ട് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാതിരിക്കാൻ അന്ന് പ്രസിഡന്റ് ആയിരുന്ന ബൈഡൻ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ ഉക്രൈന് നൽകി. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ റഷ്യ അടിച്ചോളാം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും യുദ്ധം അവസാനിക്കരുത്. ഇവർക്ക് സമാധാനം ഉണ്ടായിരുന്നു. മാത്രമല്ല പുട്ടിനും ട്രംപും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് അതൊക്കെ നടന്നു. പക്ഷേ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ നോർത്ത് കൊറിയൻ സേന നേരെ റഷ്യക്കെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ പുട്ടിൻ ഇവരെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യ. 1950-53 കാലത്ത് കൊറിയയിൽ തമ്മിലൊരു യുദ്ധം ഉണ്ടായി. ആ സമയത്താണ് ഈ കൊറിയൻ സേന പുറത്തേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ അതിനുശേഷം ആദ്യമായിട്ടാണ് റഷ്യയെ സഹായിക്കാനെന്ന് പറഞ്ഞ് അവിടെ ചെന്നത്. പക്ഷേ ഇവർക്കറിയാം ഈ നോർത്ത് കൊറിയയിലേക്ക് തിരിച്ചു പോയാൽ ഇവരുടെ ജീവിതം ദുരിതമയമാണ്. തിരിച്ചു പോയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഉക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സേവിക്കാൻ ഞങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞാൽ സെലൻസ്കി എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി അവരെ സ്വീകരിക്കും. കാരണം ഉക്രൈൻ ഇവിടെ സൈന്യമില്ല, കുറേ പേര് ചത്തുപോയി, കുറേ സാമ്പത്തിക നഷ്ടമുണ്ടായി. അപ്പോൾ ഈ പറയുന്ന സേനയെ മുഴുവൻ ഇതിനകത്ത് നിൽക്കാം. ഒരുപക്ഷെ അവർ പുതിയൊരു രാജ്യം വരെ സൃഷ്ടിക്കാനൊക്കെ ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ നോർത്ത് കൊറിയ റഷ്യയെ സഹായിക്കാനല്ലേ ഈ സോൾജേഴ്സിനെ മുഴുവൻ വിട്ടത്? സത്യത്തിൽ റഷ്യ സഹായിക്കാനാണ് വിട്ടത്. അപ്പോൾ ഉക്രൈനിലേക്ക് പോകുമ്പോൾ ആ നോർത്ത് കൊറിയ ഇടപെടില്ലേ? നിങ്ങൾ ഇനി അവിടെ നിൽക്കണ്ട, തിരിച്ചിങ്ങ് പോകുന്നേക്ക, അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ സാധ്യതയില്ലേ? അതായത് യെവ്ഗിനി പ്രഗോഷൻ എന്ന് പറയുന്ന ഒരു പുട്ടിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു സമ്പന്നനാണ്. അയാൾ അവിടെ വാഗ്നർ സേന എന്ന് പറയുന്ന ഒരു കൂലി പട്ടാളത്തെ ആദ്യം നിയോഗിച്ചു. ഈ കൂലിപ്പട്ടാളമാണ് ആദ്യം ഉക്രൈനുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ആ കൂലിപ്പട്ടാളവുമായുള്ള ഏറ്റുമുട്ടൽ റഷ്യ ആയുധവും പണവും ഒക്കെ നൽകി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ആ കൂലിപ്പട്ടാളം ഈ റഷ്യക്കെതിരെ തിരിഞ്ഞു. അവർ മോസ്കോയെ പിടിച്ചെടുക്കുമെന്നുള്ള കണ്ടീഷനെത്തി. അപ്പോൾ റഷ്യൻ സേന എന്തെടുത്തു? ഈ പറയുന്ന യെവ്ഗിനി പ്രഗോഷിനെതിരെ തിരിയുകയും അദ്ദേഹത്തെ ഒരു ഫ്ലൈറ്റിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് ആ കൂലിപ്പട്ടാളത്തിൻ്റെ മുന്നേറ്റം തടഞ്ഞത്. കാരണം അപ്പോൾ റഷ്യൻ സേന സേഫാണ്, അവർ റിസർവായിട്ടിരിക്കാം. അത് കഴിഞ്ഞ് ഇന്ത്യക്കാർ വന്നു. ഇപ്പോൾ ഇന്ത്യക്കാർ പോകുമ്പോൾ അവർക്ക് സൈനിക യൂണിഫോം കൊടുക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, എന്നിട്ട് ആയുധം കൊടുത്തിട്ട് യുദ്ധമുഖത്തേക്ക് വരുന്നു. അപ്പോഴൊക്കെ റഷ്യൻ സേനയെ അവർ റിസർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉക്രൈൻ അങ്ങനെയല്ല. ഉക്രൈൻ്റെ ആളുകൾ സൈന്യം അങ്ങോട്ട് ചെല്ലുന്നു, കൊല്ലപ്പെടുന്നു. അപ്പോൾ ഉക്രൈൻ ജനത ഈ സെലൻസ്കിക്ക് എതിരായി, ഞങ്ങളുടെ വീട്ടിലുള്ള ബന്ധുക്കളെല്ലാം ചത്തുപോകുന്നു, ഞങ്ങളുടെ ആളുകളൊക്കെ ചാവുന്നു, ഇത് ശരിയാകുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യ ഉക്രൈൻ്റെ കുറേ ഭാഗം പിടിച്ചെടുക്കുന്നു, കുറേ പേരെ കൊലപ്പെടുത്തുന്നു. അപ്പോൾ ഉക്രൈൻ്റെ ജനസംഖ്യയൊക്കെ കുറയുകയാണ്. ഇവിടെയാണ് റഷ്യയെ സഹായിക്കാനായിട്ട് നോർത്ത് കൊറിയൻ സോൾജേഴ്സ് വരുന്നത്. അപ്പോൾ ഈ നോർത്ത് കൊറിയൻ സോൾജേഴ്സ് യാതൊരു വിധത്തിലും ഇവരെ സഹായിക്കുന്നില്ല. മാത്രമല്ല 2 പേരെ പിടിച്ചു വെച്ചിട്ട് പറയുകയാണ്, നിങ്ങളെ നോർത്ത് കൊറിയയിലേക്ക് വിട്ടുതരാം, പകരം ഞങ്ങളുടെ ഉക്രൈൻ സേനയെ വിട്ട് കൊടുക്കണമെന്ന്. പക്ഷേ ഇങ്ങനെ യുദ്ധത്തടവുകാരായിട്ട് പിടിച്ച് അപ്പോൾ അവരുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വിട്ടു. ഒരാൾ കൈ ഒടിഞ്ഞിരിക്കുന്നു, ഒരാളുടെ താടിയലിന് പരിക്കേറ്റു. ഇവരെ ഈ നോർത്ത് കൊറിയയ്ക്ക് വിട്ടുകൊടുത്താൽ ഇവരുടെ ബന്ധുക്കളെ ഉൾപ്പെടെ എല്ലാവരെയും ഈ പറയുന്ന ഏകാധിപതി കൊല്ലും. അവർക്കിഷ്ടമല്ല ഇങ്ങനെ എന്താ പറയുക യുദ്ധത്തടവുകാരായി പിടിച്ചു എന്നൊക്കെ പറയാനായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് റഷ്യയുമായിട്ട് ചേർന്ന് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ നോർത്ത് കൊറിയ തീരുമാനിക്കുന്നു. ആദ്യം 10,000 സോൾജേഴ്സിനെ അയക്കുന്നു, പിന്നെ 10,000 സോൾജേഴ്സിനെ അയക്കാനായിട്ട് പോകുന്നു. ഇതെല്ലാം തന്നെ റഷ്യക്കെതിരായി തീരുന്നു. അപ്പോൾ ഇനി പുട്ടിൻ്റെ ഒരു സഹായമാണ് ഇവിടെ പുട്ടിൻ ട്രംപിൻ്റെ ഒരു സഹായമാണ് പ്രതീക്ഷിക്കുന്നത്. ട്രംപ് വന്നിട്ട് ഈ കാര്യത്തിലൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവർക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ പുട്ടിൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് വെടിവെക്കുകയാണ് ഈ സഹായിക്കാൻ വന്ന നോർത്ത് കൊറിയൻ സൈന്യം. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഏത് തലത്തിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ പരിക്കേറ്റ ആൾക്കാർ ഞങ്ങളുടെ അല്ലെന്ന് പോലും ഇനി നോർത്ത് കൊറിയ പറഞ്ഞേക്കാം. അതുകൊണ്ട് ഇവർക്കറിയാം ഇനി തിരിച്ചു പോകുന്നത് സേഫ് അല്ല. അതുകൊണ്ട് ഇവർ ഒന്നിച്ച് നിന്നിട്ട് മോസ്കോ പിടിച്ചെടുക്കാനുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് പോകുന്നുവെന്നാണ് റഷ്യ കണക്ക് കൂട്ടുന്നത്. റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്, സൈനിക നഷ്ടമുണ്ടായിട്ടുണ്ട്, ആധുനിക യുദ്ധോപകരണങ്ങളെല്ലാം നഷ്ടമായിട്ടുണ്ട്. കാരണം നാറ്റോയും US പോലെയുള്ള രാജ്യങ്ങളാണ് ഈ ഉക്രൈന് യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇതുവരെ കൊടുത്തത്. പക്ഷേ ട്രംപ് വന്നാൽ പറഞ്ഞിട്ടുള്ളത് ഉക്രൈന് ഞങ്ങൾ ആയുധ സപ്ലൈ നിർത്തിവെക്കും. അങ്ങനെ നിർത്തിവെച്ചാൽ ഒരുപക്ഷെ റഷ്യയും പുട്ടിനും രക്ഷപ്പെടും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നോർത്ത് കൊറിയൻ സൈന്യം ഉക്രൈനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് റഷ്യയെ തകർക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങും. ഇതാണ് സംഭവിക്കുന്നത്.